പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ച ദൈവശബ്ദത്തെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിന് 43-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ. ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്ത ഒരു സ്ത്രീ. ആമേൻ. എല്ലാ ഭാഗങ്ങളിലും പ്രതീക്ഷ അറ്റവൾ, എല്ലാം നഷ്ടപ്പെട്ടവൾ. ആമേൻ. സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ജീവിതത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അവസാനത്തെ ആശ്രയമായി അവസാനമായി അവൾ ചിന്തിക്കുന്നത് നസ്രയനായ യേശുവിൻ്റെ അടുക്കലേക്ക് പോകാം എന്നാണ്. സങ്കീർത്തനങ്ങൾ 108:12 പറയുന്നു, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. പ്രിയരെ, മനുഷ്യൻ്റെ സഹായമല്ല വ്യർത്ഥമാണ്. അതെല്ലാം ഒരു പരിധി കൊണ്ട് അവസാനിക്കും. ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ മനുഷ്യൻ്റെ സഹായങ്ങൾ അസ്തമിക്കും. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. അവൻ വചനം ഇങ്ങനെ പറഞ്ഞു, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ എല്ലാം അറ്റവരായി, എല്ലാം നഷ്ടപ്പെട്ടവരായി, എല്ലാത്തിൻ്റെയും അവസാന എൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുകയാണ്. നിങ്ങൾ അവൻ്റെ അടുക്കലേക്കൊന്ന് ചെന്നാൽ നിശ്ചയമായും നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. രോഗത്താൽ എല്ലാം നഷ്ടപ്പെട്ടു, ക്യാൻസറാൽ വീടും കുടുംബവും സകലതും വിറ്റുപെറുക്കി, മാറാരോഗങ്ങളാൽ ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി, ഉണ്ടായിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം വിട്ടൊഴിയേണ്ടി വന്നു എന്ന് പറയുന്നവർ നമ്മുടെ മുമ്പിൽ അനവധിയാണ്. പ്രിയ സഹോദര, സഹോദരി, കുഞ്ഞെ, മാതാവേ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നീ ചിന്തിക്കരുത്. നിന്റെ അടുക്കിലേക്ക് ഇന്ന് പകൽ യേശു കർത്താവ് നടന്നു വരികയാണ്. നിന്റെ മുന്നിലൂടെ അവൻ നടന്നു പോവുകയാണ്. അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്. നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു. 12 സംവത്സരം രക്തസ്രാവമായിരുന്നവൾ യേശുവിൻ്റെ വാക്ക് ഒന്നും അവിടെ ധ്വനിച്ചില്ല. മറിച്ച് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. എല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നേർച്ചകളും കാഴ്ചകളും മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം ചെയ്ത് എല്ലാ ഹോസ്പിറ്റലുകളും കയറിയിറങ്ങി. എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ, അലോപ്പതിയും ഹോമിയോപ്പതിയും ആയുർവേദവും എല്ലാം ചെയ്തു. പിന്നെ മന്ത്രങ്ങളും തന്ത്രങ്ങളും ചെയ്തു നോക്കി. ഇതിൽ നിന്നൊരു സൗഖ്യം നേടുവാൻ, ഇതിൽ നിന്നൊരു മാറ്റം നേടുവാൻ എല്ലാം എന്നിലെത്തി. എല്ലാം ഉപ്പുചിരട്ട വരെ വിൽക്കേണ്ട അവസ്ഥകൾ വന്നവർ അനവധിയാണ്. ഇന്നും ആ തലത്തിൽ നിൽക്കുന്നവരുണ്ട്. ഇന്ന് പകൽ യേശു കർത്താവ് എന്നോട് നിങ്ങളോട് പറയാൻ പറയുന്നു, ഈ എൻഡിങ്ങിൽ നിങ്ങളെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു. ഇന്ന് പകൽ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മേൽ, നിങ്ങളുടെ രോഗത്തിൻ്റെ മേൽ, നിങ്ങളുടെ കടബാധ്യതയുടെ മേൽ, നിങ്ങളുടെ ഏതവസ്ഥയിലും, എത്ര വർഷത്തെ രോഗമായിക്കൊള്ളട്ടെ, എത്ര വർഷത്തെ കടഭാരമായിക്കൊള്ളട്ടെ, എത്ര വർഷത്തെ ഭാരമായിക്കൊള്ളട്ടെ, നിന്റെ തലമുറ, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ കുഞ്ഞുങ്ങൾ, സഭാവിശ്വാസികൾ എല്ലാവരും നിങ്ങളെ കൈവിട്ടെന്നിരിക്കാം. പക്ഷേ യേശു നിന്നെ കൈവിടില്ല കുഞ്ഞെ. യേശു നിന്റെ ചാരത്തുണ്ട്. യേശു ഇപ്പോൾ നീ നിൽക്കുന്ന മുറിയിൽ അവനുണ്ട്. അവൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഭാരപ്പെടേണ്ട, യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നീ ധൈര്യമായിട്ടിരുന്നോ. കോഴി തൻ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ അവൻ നിന്നെ മറയ്ക്കും, അവൻ നിന്നെ താങ്ങും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, 12 സംവത്സരം രക്തസ്രാവക്കാരിയായിരുന്നവളെ വൈദ്യന്മാരാൽ മുഴുവനും സമ്പത്ത് അപഹരിക്കപ്പെട്ടപ്പോൾ അവൾക്ക് വേണ്ടി അവിടെ അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യമായതുപോലെ ഇവരിന്ന് പകൽ എന്നോട് ചേർന്ന് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ വിഷയത്തിൻ്റെ മേൽ
ഇപ്പോൾ തന്നെ ഒരു മറുപടി. രോഗസൗഖ്യം, ഇവരുടെ കടബാധ്യതകൾ, ഇവരുടെ ഭാരങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യവും വിടുതലുമായി തീരട്ടെ. ഇന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കേൾപ്പാൻ, കാണുവാൻ, അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിലുള്ള ഞാൻ അത്ഭുതത്തെ ഇവരിലേക്ക് റിലീസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നാളെ പ്രഭാതത്തിൽ വീണ്ടും കാണാം. അതുവരെ ഇമ്മാനുവേലിന്റെ ചെറുകടിയിൽ അവൻ പൊതിയട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.